അപ്പോൾ ഈ ഒരു വീഡിയോ ബിഗിനേഴ്സിന് വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ ബിഗിനർ അല്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് പേഴ്സണലായി എടുക്കേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ള വീഡിയോ അല്ല. അപ്പോൾ എന്താണ് ഈ വീഡിയോ? അതായത് സ്ക്വാട്ട്, ഡെഡ് ലിഫ്റ്റ്, ബെഞ്ച് ഈ 3 മെയിൻ എക്സസൈസ് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? ബേസിക്കലി മെയിനായിട്ടുള്ള റീസൺ എന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു എക്സസൈസ് എടുത്താലും അതിൽ ഫെറ്റീഗ് ടു മസിൽ ഗ്രോത്ത് റേഷ്യോ എന്നൊരു സംഭവമുണ്ട്. അതായത് നമ്മളൊരു എക്സസൈസ് ചെയ്താൽ അത് എത്രത്തോളം നമുക്ക് മസിൽ ഗ്രോത്ത് വരും ആൻഡ് എത്രത്തോളം നമ്മളെ ബോഡീനെ തളർത്തും എന്നുള്ളൊരു റേഷ്യോ ആണ്. അപ്പോൾ ഈ ഒരു 3 കോമ്പൗണ്ട് മൂവ്മെൻ്റ് എടുത്താലും നല്ല മൂവ്മെൻ്റ് ആണെങ്കിലും നല്ല മസിൽ ഗ്രോത്ത് തരുമെങ്കിൽ ഇത് വളരെയധികം നമ്മളെ തളർത്തും. സോ ആസ് എ ബിഗിനർ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമേ നിങ്ങൾക്ക് വരുന്നില്ല. മസിൽ ഗ്രോത്തിന് നിങ്ങൾക്ക് വേറെ പല ഓപ്ഷനും ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു മൂവ്മെൻറ്റ്സ് ഒഴിവാക്കാനുള്ള വേറെ പ്രധാന റീസൺ എന്ന് വെച്ചാൽ അത്രയും നല്ല ഫോം നിങ്ങൾ കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചുറി ഉണ്ടാകാനുള്ള ചാൻസ് വളരെ അധികമാണ്. ആസ് എ ബിഗിനർ നിങ്ങൾ ഒരു ഡെഡ് ലിഫ്റ്റ് ഇപ്പോൾ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വളരെയധികം പ്രോബ്ലംസ് ഫോമിലുണ്ടാകും. എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് നിങ്ങൾ ഫോം പഠിക്കേണ്ട, ഈ എക്സസൈസ് വിടുക എന്നല്ല. കുറച്ചൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഇത്രയും വലിയ കോമ്പൗണ്ട് മൂവ്മെൻറ്റ്സിലേക്കൊക്കെ പോകുന്നതായിരിക്കും ബെറ്റർ. ഇനി മസിൽ ഗ്രോത്തിൻ്റെ കാര്യമാണെങ്കിൽ നമുക്ക് ഡെഡ് ലിഫ്റ്റ് തന്നെ വെച്ചിട്ട് പറയാം. ഡെഡ് ലിഫ്റ്റ് ഓവറോൾ നമ്മളെ പോസ്റ്റീരിയർ ചെയിൻ ആൻഡ് ബാക്കിനൊക്കെ ഒരു വിധത്തിൽ ഹിറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ നമുക്ക് ഇതൊക്കെ മറ്റുള്ള എക്സസൈസിലൂടെയും അച്ചീവ് ചെയ്യപ്പെടാവുന്നതാണ്. ഇപ്പോൾ ആസ് എ ബോഡി ബിൽഡർ അല്ലെങ്കിൽ ഒരു മസിൽ ഗ്രോത്ത് ശ്രമിക്കുന്ന ഒരാളെന്ന നിലയിൽ നിങ്ങൾ എപ്പോഴും നോക്കേണ്ടത് മസിൽ കൂടുതൽ ഉണ്ടാക്കാനാണ്, അല്ലാതെ കൂടുതൽ ഫെറ്റീഗ് ഉണ്ടാക്കാനോ കൂടുതൽ വെയിറ്റ് എടുക്കാനോ അല്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇത് ഓർമ്മയിൽ വെക്കുക. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മസിൽ ഗ്രോത്ത് കിട്ടുന്ന എക്സസൈസിനെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. ഈ ഡെഡ് ലിഫ്റ്റ്, സ്ക്വാട്ട്, ബെഞ്ച് പോലെയുള്ള കോമ്പൗണ്ട് മൂവ്മെൻറ്റുകൾ എപ്പോഴും ഹെൽപ്പ് ആകുന്നത് നിങ്ങളതിൽ കൂടുതൽ വെയിറ്റ് എടുക്കാൻ പറ്റുമെന്ന റീസൺ കൊണ്ടാണ്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾ വളരെ ലൈറ്റ് വെയിറ്റ് ഇട്ടിട്ട് ഫോം പഠിക്കാൻ തന്നെ ഒരുപാട് സമയമെടുക്കും ഈ എക്സസൈസൊക്കെ. സോ എനിക്ക് തോന്നുന്നത് ബെറ്ററായിട്ട് നിങ്ങൾ കുറച്ചുകൂടി സേഫായ മെഷീൻസൊക്കെ യൂസ് ചെയ്ത് കൂടുതൽ മസിൽ ഗ്രോത്തിന് ശ്രമിക്കുക എന്നുള്ളത്. ആൻഡ് അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഇഞ്ചുറി റിസ്ക് വളരെ വലുതാണ്. കാരണം നിങ്ങൾ ഇപ്പം തന്നെ ഒരു ഫിറ്റ്നസ് ജേർണി തുടങ്ങുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ജിമ്മിൻ്റെ ഭാഗത്തേക്ക് പോകാൻ പോകുന്നില്ല എന്നാണ് സത്യം. സോ തീർച്ചയായും നിങ്ങൾ എപ്പോഴും ഇഞ്ചുറി ഫ്രീ ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. ആൻഡ് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ മാത്രം വർക്കൗട്ട് ചെയ്യുക. ലൈക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഡെഡ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ബെഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല, സ്ക്വാട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വിട്ടേക്കുക. അത് പിന്നെ നമുക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ആയ ശേഷം പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ആൻഡ് ഇതൊക്കെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ ട്രെയിനർ ചെയ്യിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ പറയാം എനിക്കിത് ചെയ്യാൻ താല്പര്യമില്ല, എനിക്ക് വേറെ എക്സസൈസുകൾ പറഞ്ഞുതരാം. കൂടുതലായിട്ട് നിങ്ങൾ ഫ്രീ വെയിറ്റ് എക്സസൈസ് അല്ലാതെ മെഷീൻസ് യൂസ് ചെയ്തുള്ള എക്സസൈസ് സെലക്ട് ചെയ്യാൻ നോക്കുക. കാരണം ഈ മെഷീൻസിൽ നമുക്ക് തെറ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റി ഭയങ്കര കുറവാണ്, അല്ലെങ്കിൽ തീരെ ഇല്ല എന്ന് തന്നെ പറയാം. സോ ഇഞ്ചുറീസൊക്കെ അങ്ങനെ വരാനുള്ള ചാൻസസ് കുറവാണ്. ഈവൻ നമ്മളൊരു വിധത്തിൽ വെയിറ്റ് ഓവറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചുറീസിൻ്റെ പ്രോബിലിറ്റി വളരെയധികം കുറയും. പിന്നെ മസിൽ ഗ്രോത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കിയാൽ നമ്മുടെ മസിൽസിന് ബ്രെയിനൊന്നുമില്ല. നമ്മൾ എന്ത് മൂവ്മെൻറ്റാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയൊന്നും മസിലിനില്ല. സോ അതാണ് നിങ്ങളോട് പറയുന്നത്. ലൈക്ക് നിങ്ങൾ എന്ത് പണിയെടുത്താലും എന്തൊരു റെസിസ്റ്റൻസ് മൂവ്മെൻറ്റ് ചെയ്താലും നിങ്ങളുടെ മസിൽ അതിനനുസരിച്ച് അഡാപ്റ്റ് ആവും. സോ നിങ്ങൾ എന്ത് എക്സസൈസ് ചെയ്യുന്നു എന്നുള്ളതിലല്ല കാര്യം, നിങ്ങൾ എത്രത്തോളം എഫേർട്ട് ഇടുന്നു അല്ലെങ്കിൽ എത്രത്തോളം റെസിസ്റ്റൻസ് നിങ്ങളെ മസിലിന് കൊടുക്കുന്നു എന്നതാണ് കാര്യം. പലരും പറഞ്ഞു നടക്കാറുണ്ട് കല്ലിൻ്റെ പണിക്ക് പോകുന്ന അല്ലെങ്കിൽ വാർപ്പിൻ്റെ പണിക്കൊക്കെ പോകുന്നവർക്ക് ജിമ്മിൽ പോകുന്നവർക്കായിട്ട് സ്ട്രെങ്ത് ഉണ്ടാകും. അത് ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് എവിടെയൊക്കെ വരുന്നോ അവിടെയൊക്കെ മസിൽ ഗ്രോത്ത് ഉണ്ടാകുന്നതാണ്. അതായത് നിങ്ങളിപ്പോൾ എന്ത് പണിക്ക് പോയിട്ടാണെങ്കിലും അത് ജിമ്മിൽ പോയിട്ടാണെങ്കിലും ഉണ്ടാക്കുന്ന സ്ട്രെങ്ത് സെയിം സ്ട്രെങ്ത് തന്നെയാണ്. മസിൽസിന് ഇത് എങ്ങനെയാണ് ജിമ്മിലാണ് പോയിട്ട് ഉണ്ടാക്കുന്നതാണോ അതോ പണിയെടുത്ത് ഉണ്ടാക്കുന്നതാണോ ഒന്നും തിരിച്ചറിയാനൊന്നും പറ്റില്ല. ജിമ്മിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമുക്ക് ഈ എല്ലാവരും മസിൽ ഒരേപോലെ നമുക്ക് ടാർഗറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സോ നിങ്ങൾ അത് മനസ്സിലാക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ സ്ക്വാട്ട്, ബെഞ്ച്, ഡെഡ് ലിഫ്റ്റ് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യം ഒരു ബിഗിനർക്ക് ഇല്ല എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു.